ഗാസ US ഏറ്റെടുക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ കലി തുള്ളി നിൽക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ ഈ തീരുമാനം ഉറ്റ ചങ്ങാതിയായ ഇസ്രയേലിന് വേണ്ടിയാണെന്ന് അറിയുന്നതിലൂടെ ഇറാനെ പിന്നെ പിടിച്ചാൽ കിട്ടുമോ? ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് വീണ്ടും യുദ്ധം നടത്താനുള്ള പദ്ധതി ഇറാൻ ഒരുക്കുന്നുണ്ടോ? സമകാലിക അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സമകാലിക അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ സങ്കീർണവും അസ്ഥിരവുമായ ഭൂപ്രകൃതിയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ സാധ്യത ഗണ്യമായ ചർച്ചകളിലെ വിഷയം തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ ഭൂരിഭാഗം ഭൗമരാഷ്ട്രീയ വ്യവഹാരങ്ങളെ രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ ഇരു കൂട്ടരുടെയും വ്യക്തമായ ശത്രുതാ മനോഭാവം ഉണ്ട്. അവരുടെ വൈരാഗ്യത്താൽ ഇരു രാജ്യങ്ങളും വളരെ കാലമായിട്ട് പ്രശ്നത്തിലാണ് കഴിയുന്നത്. ഈ പിരിമുറുക്കത്തിന് ആക്കം കൂട്ടുന്ന ഘടകങ്ങൾ മതപരവും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരവും തന്ത്രപരവുമായ വ്യത്യാസങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജൂതരാഷ്ട്രമാണ്, മറ്റേതൊന്ന് മുസ്ലിം രാജ്യമാണ്. മാത്രമല്ല ഷിയ മുസ്ലിം രാജ്യമാണ് ഇറാൻ. ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ രാഷ്ട്രീയപരമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്. 1948 ഇസ്രയേൽ എന്ന രാജ്യം അറബ് രാജ്യങ്ങൾക്കിടയിൽ രൂപം കൊണ്ടത് തന്നെ ഇറാനെ പോലെയുള്ള പല രാജ്യങ്ങളെയും ഉറക്കം കെടുത്തിയ വിഷയമാണ്. മാത്രമല്ല പിന്നീട് ഫലസ്തീൻ ജനത നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളൊക്കെ നോക്കുമ്പോൾ ഇറാന് വലിയ ശത്രുതയാണ് ഇസ്രയേലിനോടുള്ളത്. മാത്രമല്ല ഇറാൻ എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് എന്നും ഒരു തലവേദനയുള്ള വിഷയവുമാണ്. ആനുകാലിക ഏറ്റുമുട്ടലുകളും പ്രോക്സി സംഘടനകളും ചരിത്രപരമായിട്ട് ഇവർക്കിടയിൽ നടന്നിട്ടുമുണ്ട്. എന്തായാലും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നേരിട്ട ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കപ്പെടുകയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും ആഗോള രാഷ്ട്രീയത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു യുദ്ധത്തിന്റെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രദേശത്തിനും ലോകത്തിനുമുള്ള വിശാലമായ പ്രത്യാഘാതങ്ങൾ എന്നിവ വിലയിരുത്തേണ്ടത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ സാധ്യത സമകാലിക അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രധാന ആശങ്ക തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇരു രാജ്യങ്ങളും ദീർഘകാല ഭൗമരാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ സംഘടനകൾ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന രാജ്യങ്ങളാണ്. അത്തരമൊരു യുദ്ധം ഇന്നുവരെ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ലെങ്കിലും സമീപ വർഷങ്ങളിലെ നിരവധി ഘടകങ്ങൾ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയുന്ന കാര്യമാണ്, ഹമാസ് ഹിസ്ബുള്ള നേതാക്കൾ വധിക്കപ്പെട്ടതോടെ ഇറാന് ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക വരെ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഇസ്രയേലിനെ ആക്രമിച്ചിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ യുദ്ധത്തെ നോക്കി കാണേണ്ടത്. ഇറാനിയൻ ആണവ ശേഖരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതിന്. ഇറാന്റെ ആണവ അഭിലാഷങ്ങളാണ് പ്രാഥമിക ഫ്ലാഷ് പോയിന്റുകളിൽ ഒന്ന്. തങ്ങളുടെ ആണവ പരിപാടി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ഇസ്രയേലും പല പാശ്ചാത്യ രാജ്യങ്ങളും സംശയിക്കുന്നു. അതായത് ഇറാന്റെ ആണവ ശേഷിയാണ് ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നത്. ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശത്തോട് ചരിത്രപരമായി ശത്രുത പ്രകടിപ്പിച്ച ഇറാനിയൻ നേതാക്കളുടെ വാക്കുകളൊക്കെ കണക്കിലെടുത്ത് ആണവായുധങ്ങളുള്ള ഇറാനെ ഒരു അസ്തിത്വ ഭീഷണിയായിട്ടാണ് ഇസ്രയേൽ നോക്കിക്കാണുന്നത്. ഇസ്രയേലിനോട് ശത്രുത പുലർത്തുന്ന ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇറാൻ നൽകുന്ന പിന്തുണയാണ് ഇസ്രയേലിന്റെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം. അതായത് ഞാനിവിടെ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഇറാനുള്ള ആണവ ശേഷിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ള, ഹമാസ് എന്നീ സായുധ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയാണ്. ഇവ രണ്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഭീഷണിയുമാണ്. പശ്ചിമേഷ്യയിലെ നിഴൽ യുദ്ധങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇറാനും ഇസ്രയേലും നേരിട്ട് സൈനിക ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും ഇരു രാജ്യങ്ങളും വിവിധ നിഴൽ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള, ഹമാസ്, സിറിയയിലെയും ഇറാഖിലെയും മറ്റ് ഷിയ സായുധ സംഘങ്ങൾ എന്നിവയുൾപ്പെടെ ഇസ്രയേലിനോട് ശത്രുത പുലർത്തുന്ന ഗ്രൂപ്പുകളെയും സായുധ സംഘങ്ങളെയും പിന്തുണയ്ക്കുന്നത് ഇവിടെ ഇറാൻ എന്ന രാജ്യമാണ്. മറുവശത്ത് ഇറാൻ അതിർത്തിക്കടുത്ത് സൈനിക സാന്നിധ്യം സ്ഥാപിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ സിറിയയിലും ലെബനനിലും സൈനിക ആക്രമണങ്ങളും ആരംഭിക്കുന്നുണ്ട്. പരോക്ഷമായ ഈ സംഘർഷ രീതി ഭാവിയിലെ ഏതൊരു യുദ്ധത്തിനും സങ്കീർണത നൽകുന്ന കാര്യമാണ്. കാരണം ഒരു പരിമിതമായ സംഘർഷം നിയന്ത്രണാതീതമാകുകയും മറ്റ് പങ്കാളികളെ ആകർഷിക്കുകയും ചെയ്യും. യുഎസിന്റെയും ആഗോള സഖ്യങ്ങളുടെയും പങ്കിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ചരിത്രപരമായി അമേരിക്ക ഇസ്രയേലിന്റെ ശക്തമായ സഖ്യകക്ഷിയാണ്. ഇറാനിൽ നയതന്ത്രപരവും സൈനികവുമായ സമ്മർദ്ദം ചെലുത്തിയ രാജ്യവുമാണ്. 2015 സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി, അതായത് JCPOA അല്ലെങ്കിൽ ഇറാൻ ആണവ കരാർ ഉപരോധ ഇളവുകൾക്ക് പകരമായി ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അമേരിക്ക ഇതിലേക്ക് കടന്നു വന്നത്. എന്നിരുന്നാലും പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ 2018 അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതും തുടർന്ന് ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയതും യുഎസും ഇറാനും തമ്മിലുള്ള
ബന്ധത്തെ കൂടുതൽ വഷളാക്കി. അതായത് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത് ട്രംപ് ആണ് എന്ന് ഓർക്കണം. കാരണം 4 വർഷത്തേക്ക് ഇനി അമേരിക്കയുടെ ഭരണമുള്ളത് ട്രംപിലാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് തീരെ ഇഷ്ടമില്ലാത്ത രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള ഒരു സാധ്യതയെ ഇവിടെ നിലനിൽക്കുന്നില്ല. അതേസമയം ഇസ്രയേൽ ഈ കരാറിനെതിരെ ശബ്ദമുയർത്തി രംഗത്ത് വന്നിരുന്നു. ഇറാനുമായി നയതന്ത്രപരമായി വീണ്ടും ഇടപഴകാൻ ശ്രമിച്ച ബൈഡൻ ഭരണകൂടത്തിന് കീഴിലുള്ള മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയുള്ള കാര്യങ്ങൾ. മേഖലയുടെ സ്ഥിരതയ്ക്ക് അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നതായിരുന്നു ഇത്തരം പ്രവണതകളൊക്കെ. പ്രാദേശികവും രാഷ്ട്രീയവും അതുപോലെ തന്നെ അറബ് ലോകത്തിന്റെ സ്വാധീനവും നോക്കാം. ഇറാൻ ഒരു ഷിയ ശക്തിയാണെങ്കിലും ഇസ്രയേൽ പ്രധാനമായും ജൂതരാഷ്ട്രമാണ്. രണ്ട് പ്രാദേശിക ആധിപത്യത്തിനായുള്ള പോരാട്ടത്തിലാണ് ഇരു രാജ്യങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഒന്നെന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇറാന്, മറ്റേന്ന് പറയുന്നത് ജൂതരാഷ്ട്രമായിട്ടുള്ള ഇസ്രയേൽ. ഈ ഒരു മതപരമായിട്ടുള്ള ഒരു ഭിന്നിപ്പ് തന്നെയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് നോക്കിക്കാണാവുന്നത്. സുന്നി അറബ് രാഷ്ട്രങ്ങളുടെ ഉദയം സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു കാര്യമാണ്. അവയിൽ പലതും പരമ്പരാഗതമായി ഇറാന്റെയും ഇസ്രയേലിന്റെയും എതിരാളികളുമാണ്. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ അബ്രഹാം ഉടമ്പടി പ്രകാരം ഇസ്രയേലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ പോലുള്ള ചില അറബ് രാജ്യങ്ങളും തമ്മിൽ സാധാരണവൽക്കരണത്തിലേക്കുള്ള ഒരു നിശബ്ദ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോഴുള്ള ലോകക്രമത്തിൽ എല്ലാ രാജ്യങ്ങളും സംയുക്തമായിട്ട് സഹകരിച്ചിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇവരൊക്കെ ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ അറബ് ലോകത്ത് നിന്നിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇറാന് കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും വന്നിട്ടുണ്ട്. ഈ പുനഃക്രമീകരണം കൂടുതൽ സങ്കീർണമായ ഒരു പ്രാദേശിക ചലനാത്മകതയാണ് സൃഷ്ടിക്കുന്നത്. ഇറാനെ ഒറ്റപ്പെടുത്താനും സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനും സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇറാനും ഇസ്രയേലും അവരുടെ വിദേശ നയങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമായ ആഭ്യന്തര സമ്മർദ്ദങ്ങളെ നേരിടുന്ന രാജ്യങ്ങളാണ്. ഇസ്രയേലിൽ ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരത, സൈനിക സന്നദ്ധത, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ വിഭാഗങ്ങളുടെ സ്വാധീനം എന്നിവ ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു സമവായത്തിൽ എത്തുന്നത് വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ ഉപരോധങ്ങൾ മൂലം രൂക്ഷമാകുന്ന സാമ്പത്തിക പോരാട്ടങ്ങൾ, രാജ്യത്തിന്റെ ദിശയെ ചൊല്ലിയുള്ള ആഭ്യന്തര രാഷ്ട്രീയ ഭിന്നതകൾ എന്നിവയെല്ലാം തീരുമാനമെടുക്കലിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകങ്ങളാണ്. രണ്ട് രാജ്യങ്ങളിലും കടുത്ത വിഭാഗങ്ങൾ സൈനിക നടപടിക്ക് ശ്രമിച്ചേക്കാം. അതേസമയം മിതവാദികൾ നയതന്ത്ര പരിഹാരങ്ങൾക്ക് തേടിയേക്കാം. ഇത് മത്സരിക്കുന്ന ദേശീയ അജണ്ടകൾക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. സാധ്യതകളെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. പരിമിതമായ സൈനിക ഇടപെടലാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഇറാനിയൻ സൗകര്യങ്ങൾക്കോ പ്രോക്സികൾക്കോ നേരെ ഇസ്രയേൽ മുൻകൂട്ടി ആക്രമണം എന്ന നയം തുടർന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രാദേശികമായ ഏറ്റുമുട്ടലുകളിലേക്ക് കാര്യങ്ങളെ നയിച്ചേക്കാം. പക്ഷേ പൂർണ്ണ തോതിലുള്ള യുദ്ധമല്ല. മിസൈൽ സൈറ്റുകൾ, ആയുധ ഡിപ്പോകൾ, ആണവ സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇറാനിയൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ തടസ്സപ്പെടുത്തുക എന്നതാണ് ഈ നടപടികൾ പലപ്പോഴും ലക്ഷ്യമിടുന്നത്. ഈ തന്ത്രം ഒരു വലിയ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാനിൽ നിന്നോ സഖ്യകക്ഷികളിൽ നിന്നോ പ്രതികാര നടപടികൾക്ക് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അത് വിശാലമായ സംഘർഷത്തിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചേക്കാം. പൂർണ്ണ തോതിലുള്ള യുദ്ധമാണ് അടുത്ത കാര്യം. ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം ഇരു രാജ്യങ്ങൾക്കും വിനാശകരമായിരിക്കുമെന്ന ധാരണ രണ്ട് രാജ്യങ്ങൾക്കുണ്ട്. പ്രാദേശിക ശക്തികളെ ആകർഷിക്കാനും മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്താനും സാധ്യത ഇങ്ങനൊരു യുദ്ധം സംഭവിച്ചാൽ നടക്കും. മിസൈൽ സംവിധാനങ്ങൾ, സൈബർ യുദ്ധശേഷികൾ, പ്രോക്സികൾ എന്നിവയുൾപ്പെടെയുള്ള ഇറാന്റെ വിശാലമായ സൈനിക കഴിവുകൾ, ഇസ്രയേലിന്റെ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള നൂതന സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക യുദ്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മിസൈലുകളെക്കാൾ വലിയ കാര്യമാണ് അവിടെ സാങ്കേതിക യുദ്ധത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ കാര്യത്തിൽ വലിയ രീതിയിൽ ഉയർച്ച കൈവരിച്ചിട്ടുണ്ട്. ഇറാന്റെ കൂടെ നിൽക്കാൻ നമ്മൾ റഷ്യ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇസ്രയേലിന്റെ കൂടെ എന്തായാലും അമേരിക്ക ഉണ്ടാകും. അതുപോലെ തന്നെ റഷ്യ നിലനിൽക്കുന്നത് ഇവിടെ ഇറാന്റെ കൂടെയാണ്. സാമ്പത്തികമായ പിരിമുറുക്കങ്ങളും അത്തരം സാഹചര്യങ്ങളും ഇറാനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ എന്ന് പറയുന്നത് വലിയ ശക്തമായിട്ടുള്ള രാജ്യമാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാത്രവുമല്ല ഒരുപാട് പ്രകൃതി ശേഖരമുള്ള രാജ്യം കൂടിയാണ് ഇറാൻ. പക്ഷേ അമേരിക്ക അടക്കമുള്ള ശക്തികൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇറാനിലുള്ളത്. അതുകൊണ്ടാണ് അവരുടെ സാമ്പത്തിക സ്ഥിതി വളരാത്തത്. ഖത്തറിനോളം തന്നെ വളരാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? കടുത്ത മാനുഷിക പ്രതിസന്ധിയിലേക്ക് രണ്ട് രാജ്യങ്ങളും എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. എണ്ണയുടെ പ്രധാന കപ്പൽ പാതയായ ഫോർമുസ് കടലിടുക്കിന്റെ ഗണ്യമായ ഭാഗങ്ങൾ ഇറാൻ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയും ആഗോള ഊർജ്ജ വിപണികളെ ബാധിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് യുദ്ധം വളരും. നയതന്ത്ര പരിഹാരം അല്ലെങ്കിൽ പ്രതിരോധമാണ് ഇതിന്റെ ഏറ്റവും വലിയ മാർഗമായിട്ട് നമുക്ക് പറയാനുള്ളത്. സംഘർഷങ്ങൾക്കിടയിലും നയതന്ത്ര മാർഗങ്ങൾ ഇപ്പോഴും തുറന്നിരിക്കുന്നുണ്ട്. പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. ഐക്യരാഷ്ട്രസഭ, US, മറ്റ് പ്രാദേശിക ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം സംഭാഷണത്തിനും അതുപോലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് യുദ്ധത്തെ നമ്മൾ ഭയപ്പെടേണ്ട. കാരണം യുദ്ധം നടക്കാനുള്ള സാധ്യതകൾ ലഘൂകരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ
നമ്മുടെ ലോകത്ത് ഇന്നുണ്ട്. പ്രത്യേകിച്ച് കനത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ചർച്ചകൾക്കോ കൂടുതൽ അന്താരാഷ്ട്ര മധ്യസ്ഥതയ്ക്കോ വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, 2 യുദ്ധങ്ങൾ ഇവിടെ ലോകത്തുണ്ടായിരുന്നു. ഒന്ന് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധമായിരുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമായിരുന്നു. 2 യുദ്ധങ്ങളും അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് ലോകം മാറിയിരിക്കുകയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലെത്തിയതോടെയാണ് ഇത്തരം ഒരു മാറ്റം ലോകത്ത് സംഭവിക്കുന്നത്. കാരണം ട്രംപ് എന്ന് പറയുന്ന ബിസിനസ്സുകാരന് യുദ്ധം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. യുദ്ധം ബിസിനസ്സിനെ തകർക്കുമെന്ന ധാരണ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ യുദ്ധത്തെ മാക്സിമം അദ്ദേഹം അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക. സമകാലിക ഭൗമരാഷ്ട്രീയത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധസാധ്യത വലിയ ആശങ്കകൾക്ക് കാരണമാണ്. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സ്വാധീനം, സൈനിക സഖ്യങ്ങൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ അനിവാര്യമല്ലായിരിക്കാം. നയതന്ത്രം, പ്രോക്സി യുദ്ധം, പ്രാദേശിക ശക്തി ചലനാത്മകത എന്നിവയെ തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ ഭാവി പ്രവചിക്കുന്നത് കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാക്കുന്നുണ്ട്. സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പങ്ക്, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള വൻ ശക്തികളുടെ പങ്കാളിത്തത്തോടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി തുടരുമോ അതോ പൂർണ്ണമായ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന് നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കും. എന്നിരുന്നാലും ഇത് അനിശ്ചിതത്വത്തിലാണ് കഴിയുന്നത് എന്ന് പറയാതെ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇസ്രയേലും ഇറാനും ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നു പോകുമെന്ന്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. എന്തായാലും യുദ്ധം വേണ്ട എന്ന് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ അഭിപ്രായം, അല്ലേ? അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.